കൊയിലാണ്ടി മടക്കുളങ്ങര ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് ആന എഴുന്നള്ളിപ്പ് നടത്തിയതെന്നും ഏത് അന്വേഷണത്തിനും തയ്യാറെന്നും ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കി. ഉത്സവവുമായി ബന്ധപ്പെട്ട ആന എഴുന്നള്ളിപ്പിൽ നാട്ടാന പരിപാലന ചട്ടത്തിൽ വീഴ്ച സംഭവിച്ചതായി വനമന്ത്രി പറഞ്ഞു. അപകടം നടന്ന ഉടൻ ജില്ലാ ഭരണകൂടം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് എന്നിവർ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. ഇവർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി മുന്നോട്ടു പോകും. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടത്തിന്റെ മേധാവികളും പോലീസും എല്ലാം ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ 11 മണിക്ക് ബന്ധപ്പെട്ടവരെല്ലാം ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. രണ്ടാമത്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചു എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്നും ഒരു നാടിന്റെ പ്രശ്നമായതിനാൽ നിഷ്പക്ഷമായ അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രി ക്ഷേത്രം ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ചട്ടങ്ങൾ പാലിച്ചാണ് എഴുന്നള്ളിപ്പ് നടത്തിയതെന്നും ഏത് അന്വേഷണത്തിനും തയ്യാറെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്ന തരത്തിലുള്ള എല്ലാ പ്രിക്കോഷൻസും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പോയിട്ടുള്ളത്. ഇപ്പം അന്വേഷണം എന്താണ് കണ്ടെത്തുന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും മന്ത്രി നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണ് പറഞ്ഞിരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇത് നമ്മുടെ ഉത്സവമായതിനെ കൊണ്ട് പല കാര്യങ്ങളുണ്ടാവാം, അശ്രദ്ധപ്പെട്ടതുണ്ടാവാം. അത് അന്വേഷണത്തിലൂടെ അറിയുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതോട് എന്തായാലും ഞാൻ സഹകരിക്കുന്നുണ്ട്. വെടിക്കെട്ട് അമ്പലത്തിലില്ല. ആഘോഷത്തിന്റെ ഭാഗമായി ജനങ്ങൾ പൊട്ടിച്ചതാണ്. ഉത്സവത്തിന്റെ ഭാഗമായി ആന എഴുന്നള്ളിപ്പ് ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജനം, കോഴിക്കോട്.